السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله عباد الله. أوصيكم وإياي أولا بالتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, പടച്ചനാഥന്റെ വിധിവിലക്കുകളും അവന്റെ നിയമനിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പടച്ചനാഥൻ നാം ഏവരെയും അവന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഅ്മിനീങ്ങളിലും പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് അറിയപ്പെട്ടിരുന്ന ഒരു ഗോത്രമായിരുന്നു ബനു മുസ്തലിഖ് ഗോത്രം. ബനു മുസ്തലിഖ് ഗോത്രം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു അനുചരൻ വലീദ് ബിൻ ഉഖ്ബ റളിയല്ലാഹു അൻഹുവിനെ ആ ഗോത്രത്തിലേക്ക് പറഞ്ഞയച്ചു. അവരുടെ സക്കാത്ത് പിരിച്ചെടുക്കുന്നതിന് വേണ്ടി. അങ്ങനെ വലീദ് ബിൻ
ഉഖ്ബ റളിയല്ലാഹു അൻഹു ഈ ഗോത്രത്തിലേക്ക് സന്ദർശനത്തിന് വേണ്ടി ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ദൂതൻ വരുന്നുണ്ട് എന്നറിഞ്ഞ് ആ ഗോത്രത്തിന്റെ ആചാരത്തിന്റെ ഭാഗമായി ആയുധങ്ങളെല്ലാം അണിഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൂതനെ വരവേൽക്കാൻ വേണ്ടി അവർ സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ വലീദ് ബിൻ ഉഖ്ബ റളിയല്ലാഹു അൻഹു കരുതി, ആയുധധാരികളായ ഇവർ സക്കാത്ത് നിഷേധിച്ചുകൊണ്ട് നമ്മെ ഉപദ്രവിക്കാനുള്ള പരിപാടിയാണോ എന്ന് ചിന്തിച്ച് അദ്ദേഹം മദീനയിലേക്ക് മടങ്ങിപ്പോയി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഈ അനുചരൻ തെറ്റിദ്ധരിച്ചുകൊണ്ട് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, അവര് സക്കാത്ത് നിഷേധിച്ചു. അള്ളാഹുവിന്റെ നിർബന്ധ ദാനമായ സാധുക്കളുടെ അവകാശമായ ഈ സക്കാത്ത് നിഷേധിച്ചു എന്ന് കേട്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത പ്രയാസമായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തെ തയ്യാറായി കൊള്ളാൻ പറഞ്ഞു. ഈ സമയത്താണ് നമുക്കൊക്കെയും സുപരിചിതമായ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്തിന്റെ 6-ാമത്തെ വചനം അള്ളാഹു അവതരിപ്പിക്കുന്നത്. ഏറെ ശ്രദ്ധയോടെ എല്ലാ സഹോദരങ്ങളും വളരെ ആത്മാർത്ഥതയോടുകൂടി ഖുതുബ ശ്രവിക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഅ. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഅൻ, നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു അവിവേകി എന്തെങ്കിലും ഒരു വാർത്തയുമായി നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ നിങ്ങൾ എടുത്തു ചാടി അതിലേക്ക് മുതിരാതെ ഫതബയ്യനൂ, അതിന്റെ മറുവശവും നിങ്ങൾ നന്നായി പഠിക്കുക. അദ്ദേഹം വരുന്ന ആ വാർത്ത സത്യമാകട്ടെ അസത്യമാകട്ടെ, നിങ്ങൾ അതിനു വേണ്ടി ചാടി പുറപ്പെടരുത്. ആദ്യമായി ഫതബയ്യനു, അതിനെക്കുറിച്ച് നന്നായി അത് സത്യമാണോ അസത്യമാണോ എന്ന് നന്നായി മനസ്സിലാക്കുക. അൻ തുസീബു ഖൗമൻ ബിജഹാല, അറിവില്ലായ്മ കൊണ്ട് ഒരു സമൂഹത്തിന്റെ മേൽ നാശം വരുത്തിയേക്കാം. എന്തെങ്കിലും ഒരു വാർത്ത കേട്ട ഉടനെ നിങ്ങൾ പുറപ്പെട്ട് ഒരു സമൂഹത്തിലേക്ക് നാശം വരുത്തി വെച്ചാൽ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, എന്നിട്ട് ആ ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ ഖേദക്കാരായി തീരുകയും ചെയ്യാതിരിക്കുവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്തിന്റെ 6-ാമത്തെ വചനം അവതരിച്ചപ്പോഴാണ് ഇത് അദ്ദേഹം തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് മദീനയിലേക്ക് മടങ്ങി വന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനസ്സിലായി. പ്രിയമുള്ളവരെ, ഈ ഖുതുബയുടെ ആമുഖമായി ഈ സംഭവവും ഈ വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തും ഞാൻ നിങ്ങളോട് പറഞ്ഞത്, പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ അല്ലെങ്കിൽ നമ്മളുടെ കുടുംബക്കാരുമായുള്ള സംസാരത്തിലൂടെ എന്തെങ്കിലും ഒരു വർത്തമാനം, എന്തെങ്കിലും ഒരു വാർത്ത നാം കേട്ടാൽ അത് സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ സമൂഹം മനുഷ്യരുടെ നന്മകൾ, മനുഷ്യരുടെ മഹത്വങ്ങൾ, നല്ല കാര്യങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയില്ല. ഏതെങ്കിലും ഒരു സഹോദരന്റെ മോശമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സഹോദരനെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു വാഹനത്തിൽ വെച്ച്
ഒരു സ്ത്രീയുമായി പെട്ടെന്നൊന്ന് കണ്ടുമുട്ടിയാൽ അത് തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് നന്നായി മനസ്സിലാക്കാതെ പലപ്പോഴും സമൂഹത്തിലേക്ക് അത്തരം തിന്മകൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഒരു പത്രം പ്രചരിക്കുന്നതിനേക്കാളേറെ പണ്ട് കാലങ്ങളിൽ സാധാരണ ഹോട്ടലുകളിലും ചായ പീടികകളിലുമാണ് പരദൂഷണവും ഏഷണിയുമെങ്കിൽ ഇന്ന് സമൂഹ മാധ്യമങ്ങളായ സോഷ്യൽ മീഡിയയിലൂടെ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കുകളിലൂടെയും ഇന്ന് ഒരു വ്യക്തിയെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം അത് യാഥാർത്ഥ്യമാണോ എന്നറിയാതെ നാം ഓരോരുത്തരും നമ്മുടെ ഈമാനിന്റെ കുറവ് കൊണ്ട്, ഈമാനിന്റെ ബലഹീനത കൊണ്ട് പ്രിയമുള്ളവരെ നാമും പലപ്പോഴും ഇത്തരം മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യാറുണ്ട്, മറ്റുള്ളവരിലേക്ക് വ്യാപിപ്പിക്കാറുണ്ട്. അതിൻ്റെ അനന്തര ഫലത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഉണർത്തുന്നത്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപത്നിയായ സഫിയ റളിയല്ലാഹു അൻഹു തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവാചക വചനം. ഒരിക്കൽ റമളാനിന്റെ അവസാനത്തെ 10 ദിനങ്ങളിൽ അള്ളാഹുവിന്റെ റസൂൽ പള്ളിയിൽ ഇത്തികാഫിലായിരുന്നു. നമ്മുടെ ഉമ്മയായ സഫിയ റളിയല്ലാഹു അൻഹ പറയുകയാണ്, പ്രവാചകനെ സന്ദർശിക്കുവാൻ വേണ്ടി ഞാൻ ആ മസ്ജിദിലേക്ക് പോയി. പ്രവാചകന്റെ കൂടെ ഇരുന്ന് കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം ഞാൻ പുറത്തേക്ക് യാത്ര ചോദിച്ചിറങ്ങിയപ്പോൾ എന്നെ യാത്രയയക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലും പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇരുട്ടുള്ള ഒരു രാത്രിയിൽ. ആ സമയത്താണ് മദീനയിലുള്ള 2 അൻസാരികളായ 2 സഹോദരന്മാർ അതുവഴി കടന്നു വന്നത്. റസൂലിനെ കണ്ടതും അവർ വളരെ വേഗത്തിൽ ഓടി നടക്കാൻ തുടങ്ങി. റസൂല് പറഞ്ഞു, നിങ്ങൾ ഓടരുത്, നിങ്ങളൊന്ന് നിൽക്കണേ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ 2 അൻസാരികളായ സഹോദരന്മാരോട് പറഞ്ഞു, ഇതെന്റെ ഭാര്യയായ ഹുയൈന്റെ മകളായ സഫിയയാണ് റളിയല്ലാഹു അൻഹ. ഇത് കേട്ടപ്പോൾ ആ അൻസാരികൾ പ്രവാചകനോട് പറഞ്ഞു, ഫഖാല സുബ്ഹാനല്ലാഹ് യാ റസൂലുള്ളാഹ്, റസൂലെ, ഞങ്ങൾ അങ്ങയെക്കുറിച്ച് തെറ്റിദ്ധരിക്കുവാനോ, ഞങ്ങളുടെ പ്രവാചകനായ നമ്മളെ നന്മകളിലേക്ക് വഴിനടത്തിയ അങ്ങയെക്കുറിച്ച് ഞങ്ങൾ തെറ്റിദ്ധരിക്കുവാനോ? ഈ സമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അനുചരന്മാരോട് പറഞ്ഞു, ഇന്ന ശൈത്വാന യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദം. മനുഷ്യന്റെ ശരീരത്തിൽ എവിടെയെല്ലാം ബ്ലഡ് സഞ്ചരിക്കുമോ അവിടെയെല്ലാം പിശാച് കടന്നെത്തും അനുചരന്മാരെ. അതുമാത്രമല്ല, എന്നെ കുറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ അവൻ വല്ല സംശയവും ഉണ്ടാക്കിയേക്കോമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയാൻ കാരണം. ഈ പ്രവാചകന്റെ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ജനങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടാകുന്ന, നമ്മെക്കുറിച്ചൊരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടായാൽ നാം അത് തിരുത്തുകയും അതിൻ്റെ യാഥാർത്ഥ്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും പ്രിയമുള്ളവരെ, നമസ്കാരത്തിൽ 1ാമത്തെ സഫിൽ കാണുന്നവർ, ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിച്ചിരുന്നവർ, മതപരമായ കർമ്മങ്ങളിൽ വളരെ ബദ്ധശ്രദ്ധ പതിപ്പിക്കുന്നവരിൽ പോലും ശപിക്കപ്പെട്ടവനായ പിശാച് നമ്മുടെ ഹൃദയങ്ങളിൽ ചില വസ്വാസുകൾ സൃഷ്ടിക്കുകയും ചില ഊഹാപോഹങ്ങൾ സൃഷ്ടിക്കുകയും, എന്തിനേറെ നമ്മുടെ സഹോദരനെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ്, പക്ഷെ പുഞ്ചിരിയോ പഴയതുപോലുള്ള സംസാരമോ ഇല്ല. പിശാച് നമ്മളുടെ ഹൃദയത്തിൽ ഇല്ലാത്ത സംശയങ്ങൾ ഉണ്ടാക്കി, ഊഹാപോഹങ്ങൾ ഉണ്ടാക്കി. ഊഹാപോഹങ്ങളിൽ നിന്ന് പലതും പല ചെയ്തികളും അതിലൂടെ വന്നു ചേരാം. നമ്മളൊരു സഹോദരനെ ഫോൺ ചെയ്യുമ്പോൾ അയാൾ ഫോൺ എടുത്തില്ലെങ്കിൽ, 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും നാം ഫോൺ എടുത്തില്ലെങ്കിൽ നമ്മുടെ ഭാര്യയോട് നാം പറയും,
നിന്റെ സഹോദരൻ അത്യാവശ്യത്തിൽ ഞാനൊന്ന് വിളിച്ചതാ, അയാൾ ഫോൺ എടുത്തിട്ടില്ല. പിന്നെ അതിനെക്കുറിച്ചുള്ള ചിന്തകളായി, ഊഹങ്ങളായി, ഊഹാപോഹങ്ങളായി. ഇതിനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിന്റെ 12-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഓ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന വിശ്വാസികളെ, ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്ന്, നിങ്ങൾ ഊഹിക്കുന്നതിൽ നിന്നും, നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതിൽ നിന്നും, ഊഹങ്ങളിലൂടെ നിങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നതിൽ നിന്നും മിക്കതിനെയും നിങ്ങൾ കൈയൊഴിയുക. നിങ്ങൾ ഊഹിച്ച് ചിന്തിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ശരിയായേക്കാം, എന്നാൽ അതിൻ്റെ ബഹുഭൂരിപക്ഷവും നിങ്ങൾ കൈയൊഴിയണം. കാരണം ഇന്ന ബഅ്ള-ളന്നി ഇസ്മ, നിങ്ങൾ ഊഹിക്കുന്ന, നിങ്ങൾ ഊഹത്തിലൂടെ പലതും പ്ലാൻ ചെയ്യുന്ന, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, സ്വന്തം സഹോദരനെ കുറിച്ച്, നമ്മുടെ ഓഫീസിൽ നമ്മളോടൊപ്പം വർക്ക് ചെയ്യുന്ന ഒരാളെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടുകാരനെ കുറിച്ച് നിങ്ങൾ പലതും ഊഹിക്കുന്നതിൽ പാപങ്ങളുണ്ട്. ധാർമ്മികമായി വിശുദ്ധി പുലർത്തുന്ന നിങ്ങളെ ശപിക്കപ്പെട്ടവനായ പിശാച് നിങ്ങളുടെ ഹൃദയത്തിൽ പല സംശയങ്ങളും ഇട്ടുകൊണ്ട്, പല ഊഹാപോഹങ്ങളും ഇട്ടുകൊണ്ട് അത്തരണത്തിൽ സംസാരിക്കുകയും അത്തരണത്തിൽ ചിന്തിക്കുകയും ചെയ്യുന്നവരോടാണ് അള്ളാഹു പറഞ്ഞത്, ഇന്ന ബഅ്ള-ളന്നി ഇസ്മുൻ, നിങ്ങൾ ഊഹിക്കുന്നതിൽ പലതും പാപമാണ്, ഗുരുതരമായ പാപമാണ്. മാത്രമല്ല വലാ തജസ്സസു, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ, ഭാര്യയോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ, വൈകുന്നേരം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഭാര്യ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞില്ലേ നമ്മുടെ അയൽവാസിയായ ഇന്നയാളുടെ സംഭവം? നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹു നമുക്ക് തന്ന ആഹാരം നമ്മൾ ആഹരിച്ചു കൊണ്ടിരിക്കുമ്പോ ഇത് പറഞ്ഞ് കേട്ട ഉടനെ തന്നെ അങ്ങനെയാണോ സംഭവം എന്നതിനെ കുറിച്ച് ആ ഒരു ഊഹാപോഹം നമ്മുടെ ഉള്ളിലേക്ക് വന്നപ്പോ നാം പിന്നെ അതിനെക്കുറിച്ച് ഫോൺ ചെയ്ത് ചോദിക്കുകയാണ്, അത് ശരിയാണോ, അത് യാഥാർത്ഥ്യമാണോ? ഒരു സഹോദരന്റെ എന്തെങ്കിലും ഒരു പിഴവുകളെ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കാൻ ബദ്ധശ്രദ്ധയോടുകൂടി പിശാച്, ശപിക്കപ്പെട്ടവനായ പിശാച്, നമ്മുടെ ഉപ്പയായ ആദം അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയവനായ പിശാച് നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ ധാർമ്മിക വിശുദ്ധിയും നമ്മുടെ നന്മകളെയും അപകടങ്ങളിലേക്ക് എത്തിക്കുവാൻ ബദ്ധശ്രദ്ധയോടുകൂടി നമ്മളോടൊപ്പമുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വലാ തജസ്സസു, നിങ്ങൾ ചാരവൃത്തി നടത്തരുത്. നമ്മുടെ സ്വന്തം സഹോദരിയാകട്ടെ, സ്വന്തം സഹോദരനാകട്ടെ, നമ്മുടെ കൂട്ടുകാരനാകട്ടെ, നമ്മുടെ ഒരു അയൽക്കാരനാകട്ടെ, അല്ലെങ്കിൽ മറ്റൊരു സമുദായക്കാരനാകട്ടെ, ഒരാളുടെയും രഹസ്യങ്ങളിലേക്ക്, അവരിൽ നിന്നുണ്ടാകുന്ന പിഴവുകളിലേക്ക് നിങ്ങൾ ചൂഴ്ന്ന് അന്വേഷിച്ച് നിങ്ങൾ നടക്കരുതേ. ഇങ്ങനെ നമ്മൾ ചൂഴ്ന്ന് അന്വേഷിക്കുമ്പോൾ, എന്തെങ്കിലും ഒരു വിവരം കിട്ടുമ്പോൾ അത് സത്യമാണോ അസത്യമാണോ എന്ന് ചിന്തിക്കാതെ അള്ളാഹു പറയുകയാണ്, വലാ യഗ്തബ് ബഅ്ളുകും ബഅ്ളാ, അടുത്ത പരിപാടി നമ്മുടെ നാവിൽ നിന്ന് ആ വ്യക്തിയെ കുറിച്ചുള്ള ഗീബത്ത് അഥവാ പരദൂഷണം പറയലാണ്. അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ പരസ്പരം പരദൂഷണം പറയരുതേ, നിങ്ങൾ പരസ്പരം ഗീബത്ത് പറയരുതേ. അയ്യുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈത, നമ്മുടെ ഒരു സഹോദരൻ, എൻ്റെ ഒരു സ്വന്തം സഹോദരൻ, അവൻ മരണപ്പെട്ട് കിടക്കുമ്പോൾ അവന്റെ പച്ച മാംസം നിങ്ങൾ കടിച്ചു കഴിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഫകരിഹ്തുമൂ, നിങ്ങളത് വെറുക്കുന്നുണ്ട്. അതുപോലെ അത്ര മ്ലേച്ഛമാണ് ഒരു സഹോദരന്റെ അഭാവത്തിൽ അയാളെ കുറിച്ച് മോശമായത് പറയുക. പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞ് ഒരു 3-4 പേര് പുറത്തേക്ക് ഇറങ്ങിയിട്ട് മറ്റൊരാളെ കുറിച്ച് സംസാരിക്കുക. കവലകളിൽ കൂടി നിന്നിട്ട് ഒരാളെ കുറിച്ചുള്ളൊരു ഫേക്ക് ന്യൂസ് നമ്മുടെ വാട്സാപ്പിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഫോർവേഡ് ചെയ്യരുത്. വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചു കൊള്ളുക. ഇന്നല്ലാഹ തവ്വാബുർ റഹീം, നമ്മളിൽ നിന്ന് അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ പടച്ചനാഥൻ നമുക്ക് പുറത്തു തരും. നിങ്ങൾ അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുക.
പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 അതിഥികൾ, ഏറ്റവും വിശിഷ്ടരായ 2 കൂട്ടുകാർ. ആ കൂട്ടുകാർ റമളാനിന്റെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും റമളാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിലായപ്പോൾ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുവാൻ വേണ്ടി 2 അനുചരന്മാരും പള്ളിയിൽ ഇഅ്തികാഫിരിക്കുവാൻ വേണ്ടി വന്നു. ഈ സന്ദർഭത്തിൽ അവരുടെ ഒരു ഭൃത്യനായ ഒരടിമയും കൂട്ടിയാണ് പള്ളിയിലേക്ക് വന്നത്. രാത്രി നമസ്കാരമെല്ലാം കഴിഞ്ഞു ഈ അടിമയോട് പറഞ്ഞു, താൻ ഇനി വിശ്രമത്തിലേക്ക് പോയിക്കൊള്ളുക, ഇടയത്താഴത്തിന്റെ സമയത്ത് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി തരണം, അതുകൊണ്ട് താങ്കൾ നേരത്തെ ഉറങ്ങിക്കൊള്ളുക, ഞങ്ങൾ കുറച്ച് പ്രാർത്ഥനയും നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടേ ഉറങ്ങുള്ളൂ. ഈ സമയം അവര് പ്രാർത്ഥനയും നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഉറക്കത്തിലേക്ക് പോയി. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റപ്പോൾ ആ ഭൃത്യനായ മനുഷ്യൻ നല്ല ഉറക്കത്തിലാണ്. ഇടയത്താഴത്തിന് ഇനി ഒരു 10-20 മിനിറ്റ് മാത്രമേ ഉള്ളൂ. രണ്ടുപേരും പെട്ടെന്ന് എഴുന്നേറ്റ് എന്തോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ രണ്ടുപേരിൽ ആരോ, ഈ മനുഷ്യൻ കനായിം, ഒരു ഉറക്കക്കാരനാണ് കേട്ടോ, ഇവനൊരു ഉറക്കപ്രിയനാണ് കേട്ടോ, വേറൊന്നും സംസാരിച്ചില്ല. ആ ഭൃത്യന്റെ അഭാവത്തിൽ ഇവനൊരു ഉറക്കപ്രിയനാണ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇത് കഴിഞ്ഞ് പെട്ടെന്ന് ആ അടിമ എഴുന്നേറ്റ് വളരെ വെപ്രാളത്തിൽ ഓടി വന്നു. ആ 2 അനുചരന്മാരിൽ ഒരാൾ പാത്രം കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി, ഇച്ചിരി ഇത് കൂട്ടി കഴിക്കാൻ. റസൂലിന്റെ വീട് മദീനയുടെ പള്ളിയുടെ ഒരു ഭാഗത്താണ്, അവിടെ ചെന്നാൽ പ്രവാചകനിൽ നിന്ന് ഇച്ചിരി കറി വാങ്ങിക്കൊണ്ടുവരിക. അങ്ങനെ ഈ അനുചരൻ പ്രവാചകന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു. പാത്രവുമായി കറി ആവശ്യപ്പെട്ട് ചെല്ലുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അടിമയോട് പറഞ്ഞു, പള്ളിയുടെ ഉള്ളിൽ കഴിയുന്ന 2 ആൾക്കാരോട് പറഞ്ഞേക്ക്, കറിയും ഇറച്ചിയൊക്കെ കൂട്ടി ശരിക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ പറഞ്ഞു, ഞാൻ പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞേക്ക്. ഈ അടിമ വന്ന് ഈ സംഭവം പറയുമ്പോൾ 2 പേർക്കും എന്തോ ഒരു പന്തികേട് തോന്നി. പ്രവാചകന്റെ മുന്നിലേക്ക് വന്നു. അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, എന്ത് പ്രശ്നമാണ് ഞങ്ങളിൽ നിന്നും സംഭവിച്ചു പോയത് പ്രവാചകരെ? ഈ സമയം അള്ളാഹുവിന്റെ റസൂൽ തന്റെ അനുചരന്മാരോട് പറഞ്ഞു, ആ ഭൃത്യനായ സാധുവായ മനുഷ്യന്റെ പച്ചമാംസം നിങ്ങളുടെ പല്ലുകൾക്കിടയിൽ, നിങ്ങളുടെ തേറ്റകൾക്കിടയിൽ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. വേറൊന്നും പറഞ്ഞില്ല പ്രിയമുള്ളവരെ, ഒരു ഉറക്കപ്രിയനാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അയാളുടെ അഭാവത്തിൽ നമ്മളുടെ വായകളിൽ എത്ര കിൻഡൽ കണക്കിന് മറ്റുള്ളവരുടെ പച്ചമാംസമായിരിക്കും ഉണ്ടാവുക. നമ്മുടെ ജീവിതത്തിൽ നാം ഏറെ ശ്രദ്ധിക്കേണ്ടത്, നാം ബദ്ധശ്രദ്ധാലുക്കളാകേണ്ടത്, നമ്മുടെ നാവിനെ, നമ്മുടെ ഊഹാപോഹങ്ങളിൽ പിശാചിളക്കി വിടുന്ന ചിന്തകൾക്ക് പിന്നിൽ പരദൂഷണങ്ങളും മേഷണിയുമായി നാം മുൻപോട്ട് പോയാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുചരന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്, അൽ ഗൈബത്തു അശദ്ദു മിനസ് സിന. പരദൂഷണം എന്നുള്ളത്, ഗൈബത്ത് എന്നുള്ളത് സിനയെക്കാളും വ്യഭിചാരത്തെക്കാളും കഠിനമായ പാപമാണ്. ഇത് കേട്ട് തന്റെ അനുചരന്മാർ പ്രവാചകനോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, വ്യഭിചാരത്തെക്കാളും വലുതാണോ ഒരാളെ കുറിച്ച് അയാളുടെ അഭാവത്തിൽ എന്തെങ്കിലും പറഞ്ഞു പോവുക എന്നുള്ളത്? വ്യഭിചാരത്തെക്കാളും വലിയ പാപമാണോ പ്രവാചകരെ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുചരന്മാരെ ഓർമ്മപ്പെടുത്തി, വഇന്ന സാഹിബൽ ഗീബത ലാ യുഗ്ഫറു ലഹു ഹത്താ യഗ്ഫിറഹാ ലഹു സാഹിബ. താൻ ആരെക്കുറിച്ചാണോ താൻ അപരാധം പറഞ്ഞു പ്രചരിപ്പിക്കുന്നത്, ആ മനുഷ്യൻ, ആ വ്യക്തിക്ക് പുറത്തു കൊടുത്താൽ മാത്രമേ അള്ളാഹു ആ മനുഷ്യന്റെ ഫയലുകൾ എടുക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മളിൽ നിന്നൊരു വലിയ പാപം സംഭവിച്ചാൽ, റബ്ബിനോട് പശ്ചാത്തപിച്ചാൽ നമ്മുടെ പാപം അള്ളാഹു പുറത്തു തരും. നമ്മളൊരാളെ കുറിച്ച് ഇല്ലാത്തൊരാരോപണം, ഒരു വ്യാജമായ വാർത്ത, ഉള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ, നാം പറഞ്ഞു പ്രചരിപ്പിച്ചാൽ അയാളുടെ മുന്നിൽ ചെന്ന് നിഷ്കളങ്കമായി സോറി പറഞ്ഞ് ഞാനത് പുറത്തു എന്ന്
അയാൾ പറഞ്ഞാൽ മാത്രമേ റബ്ബ് നമുക്ക് പുറത്തു തരികയുള്ളൂ. വ്യഭിചാരത്തെക്കാളും കടുത്തൊരു പാപമാണ് അൽ-ഗീബത്തു അശദ്ദു മിനസ്സിന. പരദൂഷണം വ്യഭിചാരത്തെക്കാളും വലിയൊരു പാതകമായിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തെ നന്മകളിലായിക്കൊണ്ട് നമ്മുടെ ചിന്തകളും നമ്മുടെ നാവിന്റെ നിയന്ത്രണങ്ങളും പടച്ചനാഥന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് വരുന്നൊരു പരലോകമുണ്ട്, വരുന്നൊരു പരലോക ജീവിതമുണ്ട്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ചെയ്തികൾക്ക്, എൻ്റെ അശ്രദ്ധമായ ഈ ജീവിതത്തിന് സമാധാനം പറയേണ്ടി വരുമെന്ന ബോധത്തോടെ ജീവിതത്തെ ബദ്ധശ്രദ്ധയോടുകൂടി അത് ശരിയായ രൂപത്തിൽ നാവിനെയും നമ്മുടെ ചിന്താമണ്ഡലങ്ങളെയും നമ്മുടെ ഊഹാപോഹങ്ങളെയും നന്മയിലാക്കണമേ എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും നാവിനെയും ചിന്തകളെയും ശ്രദ്ധിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി തഖ്വ കൊണ്ട് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മദീന മസ്ജിദിൽ തൻ്റെ അനുചരന്മാരെ കൂട്ടിയിരുത്തി എന്തോ ഒരു ഉപദേശം പ്രവാചകൻ തൻ്റെ അനുചരന്മാർക്ക് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് തൻ്റെ അനുചരന്മാരെ ഓർമ്മപ്പെടുത്തി, അല്ലയോ സ്വഹാബത്തെ, സ്വർഗത്തിന്റെ സുഗന്ധം എന്നിലേക്ക് വർഷിക്കുന്നുണ്ട്. നമ്മുടെ അടുക്കലേക്ക് ഒരു സ്വർഗാവകാശിയായ, സ്വർഗത്തിന്റെ അഹ്ലുകാരനായ ഒരു മനുഷ്യൻ നമ്മുടെ അടുക്കലേക്ക് വരുന്നുണ്ട്. അയാൾ സ്വർഗാവകാശിയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു സാധുവായ വയോവൃദ്ധനായ, ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം, അയാളുടെ ചെരുപ്പ് എടുത്തുകൊണ്ട് മസ്ജിദിന്റെ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ട് സഹാബികൾക്കിടയിലേക്ക് വന്നു ചേർന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ അനുചരന്മാർ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. ഈ വ്യക്തിയെ കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വർഗാവകാശിയാണ് എന്ന് പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയത്. 2-3 ആഴ്ചക്കാലം കഴിഞ്ഞു. അതുപോലെ ഒരു സദസ്സിൽ തന്റെ സഹാബത്തിനോട് പ്രവാചകൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അന്നും അള്ളാഹുവിന്റെ റസൂല് തന്റെ അനുചരന്മാരെ ഓർമ്മപ്പെടുത്തി, അല്ലയോ സഹാബത്തെ, സ്വർഗത്തിന്റെ സുഗന്ധങ്ങളും പരിമളങ്ങളും എന്നിലേക്ക് അടിച്ചു വീശുന്നുണ്ട്. നമ്മുടെ അടുക്കലേക്ക് ഒരു സ്വർഗവാസിയായ ഒരു മനുഷ്യൻ കടന്നു വരുന്നുണ്ട് സ്വഹാബത്തെ. കുറച്ചു കഴിഞ്ഞപ്പോ 2 ആഴ്ചകൾക്ക് മുമ്പ് ഏതൊരു വ്യക്തിയെ കുറിച്ചാണോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, അതേ വ്യക്തി തന്നെയായിരുന്നു പ്രവാചകന്റെ ആ സദസ്സിലേക്ക് കടന്നു വരുന്നത്. ഇത് 3 പ്രാവശ്യം ആവർത്തിച്ചപ്പോ റസൂലിന്റെ സദസ്സിലുണ്ടായിരുന്ന ഒരു അനുചരൻ, ഈ വ്യക്തിയെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ ഇന്നഹു മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗത്തിന്റെ അഹ്ലുകാരനാണ് ആ വ്യക്തി എന്ന് പറയാൻ കാരണം എന്താണ് എന്ന് പഠിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ജീവിതത്തെ പഠിക്കാൻ തുടങ്ങി. എന്തിനേറെ, ആ വ്യക്തിയുടെ വീട്ടിലേക്ക് പോയി ഒരു അനുചരൻ 3 ദിവസം താമസിച്ചു. 3-ാം ദിവസം അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളുടെ വീട്ടിലേക്ക് ഞാൻ അതിഥിയായി വന്ന വ്യക്തിയാണെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെയുടെ നാവ് കൊണ്ട് താങ്കൾ ഇന്നഹു മിൻ അഹ്ലിൽ ജന്ന, താങ്കൾ സ്വർഗവാസിയാണെന്ന് പറയുന്നത് എൻ്റെ ചെവികൾ കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. സ്വർഗം കിട്ടാൻ വേണ്ടി, അള്ളാഹുവിന്റെ റസൂൽ സ്വർഗവാസിയാണെന്ന് പറയാൻ വേണ്ടി എന്ത് കർമ്മമാണ് താങ്കൾ ചെയ്യുന്നത്? അതെനിക്ക് കൂടെ പറഞ്ഞു തരിക. അദ്ദേഹം പറഞ്ഞു, 3 ദിവസം താങ്കൾ എൻ്റെ ഭവനത്തിൽ എന്നോടൊപ്പം ജീവിച്ചപ്പോ താങ്കൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ തന്നെയാണ് ഞാനും ചെയ്യുന്നത്, മറ്റൊന്നും ചെയ്യുന്നില്ല. എന്നിട്ട് അദ്ദേഹം തൻ്റെ ആ അനുചരനെ ഓർമ്മപ്പെടുത്തിയത്, കൂട്ടുകാരനെ ഓർമ്മപ്പെടുത്തിയത്
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറയാൻ കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറയാൻ കാരണം അദ്ദേഹം പറയുകയാണ്, എന്നെ സംബന്ധിച്ച് ആരെങ്കിലും പരദൂഷണമോ ഏഷണിയോ പറഞ്ഞു പ്രചരിപ്പിച്ചാൽ ആ വ്യക്തിയെക്കുറിച്ച് ഞാൻ ഒരിക്കലും തെറ്റായതും മോശമായതും എൻ്റെ നാവിൽ നിന്ന് മോശമായതൊന്നും ഞാൻ പറയുകയില്ല. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്നിൽ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ കാരണം എന്നെ സംബന്ധിച്ച് ആരെങ്കിലും എന്നെ കുറിച്ച് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പടച്ചനാഥ നീ പുറത്തു കൊടുക്കണമേ എന്ന് അവർക്ക് വേണ്ടി നിഷ്കളങ്കമായി ഞാൻ പ്രാർത്ഥിക്കും. ഈ നിഷ്കളങ്കമായ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിനെ പടച്ചനാഥൻ ഓർമ്മപ്പെടുത്തിയത് ആ വ്യക്തി സ്വർഗാവകാശിയാണ് എന്ന്. പ്രിയമുള്ളവരെ, നാം ഏറെ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചിന്തകളിൽ ഇത്തരം നന്മകൾ നമ്മളിലുണ്ടോ? ഈ അടുത്ത കാലത്ത് കോവിഡ് വന്നൊരു സഹോദരൻ മരണപ്പെട്ടപ്പോൾ തിരുവനന്തപുരത്ത് ഒരു പള്ളിയുടെ ഇമാമ് എന്നോട് പറഞ്ഞു, എൻ്റെ മനസ്സിന് വല്ലാതെ പ്രയാസമുണ്ടാക്കിയ ഒരു മരണം. അദ്ദേഹം അള്ളാഹുവിലേക്ക് യാത്രയായി. സാധാരണ നമസ്കാരങ്ങളിൽ മുൻസഫിലുണ്ടാകുന്ന മനുഷ്യൻ, ആരെക്കുറിച്ചും ഒരു കുറ്റവും കുറവും ഏഷണിയും പറയാത്ത വിശുദ്ധനായ മനുഷ്യൻ അള്ളാഹുവിലേക്ക് യാത്രയായി. പ്രിയമുള്ളവരെ, കോവിഡിനെ കുറിച്ച് പഠിച്ചാൽ അതിൽ മരണപ്പെട്ടു പോകുന്ന പലരും ജീവിതത്തിൽ വിശുദ്ധി പുലർത്തുന്നവരാണ്. അള്ളാഹുവിന്റെ രക്തസാക്ഷിത്വത്തിന്റെ മഹത്വമായ ആ പദവിയിലേക്ക് പറന്നുയർന്നവർ. നാം മരണപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ അയൽക്കാർ, നമ്മുടെ കുടുംബക്കാർ നമ്മെക്കുറിച്ച് പറയേണ്ടത് ഇത്തരണത്തിലാണ്. ആരെക്കുറിച്ചും ഒരു കുറ്റവും കുറവും പറയാത്ത അദ്ദേഹം അള്ളാഹുവിലേക്ക് യാത്രയായി. നമുക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമ്മുടെ നന്മകൾ നാം മരണപ്പെട്ടാലും സമൂഹത്തിൽ പ്രചരിക്കുന്ന നന്മയുടെ വക്താക്കളായിക്കൊണ്ട് നിറഞ്ഞ നന്മകളോടുകൂടി റബ്ബിലേക്ക് യാത്രയാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ, നമ്മളിൽ വന്നുപോയ പിഴവുകൾ, നമ്മളിൽ വന്നുപോയ അബദ്ധങ്ങൾ കരുണാമയനായ നാഥൻ നമുക്ക് പുറത്തു തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായി കഴിയുന്ന നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ രോഗങ്ങളും പ്രയാസങ്ങളും മാറി അവർക്ക് ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, നൊമ്പരപ്പെടുന്നവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അല്ലാഹുവേ അവരുടെ രോഗങ്ങൾ ശിഫയും ഐശ്വര്യവും ധന്യതയും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. സാമ്പത്തികമായ പ്രതിസന്ധി കൊണ്ട്, കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സാമ്പത്തികമായ ഞെരുക്കങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒട്ടനവധി മനുഷ്യർ, വിശ്വാസികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് നാഥ. അവരുടെ പ്രതിബന്ധങ്ങൾ, അവരുടെ തടസ്സങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ ഗഫൂറുർ റഹീമായ, ധന്യനായ, വിശാല മനസ്കനായ നാഥ, നീ ഞങ്ങൾക്ക് ഐശ്വര്യവും ധന്യതയും പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ സ്വപ്നങ്ങളായ ഞങ്ങളുടെ സന്താനങ്ങളെ സൽസരണിയിലും നല്ല വഴിയിലേക്കും നാഥ അവരെയും ഞങ്ങളെയും എത്തിക്കണമേ. اللهم ارض عن أمير المؤمنين أبو بكر الصديق وعمر بن الفاروق وعثمان بن عفان وعلي المرتضى رضي الله تعالى عن كلهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد. الحمد لله رب العالمين.